അഭിമന്യ പിതാവേ, സിരിയച്ചൻ, ജിത്ത്, അതുപോലെ തന്നെ മറ്റു തിരുവല്ല, മാവേലിക്കര, തിരുവനന്തപുരം, കുറെ പേരെങ്കിലും എനിക്ക് നേരിട്ടറിയാം. മുൻ വർഷങ്ങളിൽ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത് വളരെയധികം പരിചയമുള്ള പാർട്ടിസിപ്പൻസ് ആണ് ഈ ടീംസ്. 25 ക്വസ്റ്റ്യൻസിൽ 24 വരെ ശരിയാക്കിയ മുതൽ 11 പോയിന്റ് വരെ ലഭിച്ചവരാണുണ്ടായിരുന്നത്. അതിൽ ആദ്യം വന്നിരിക്കുന്ന 5 ടീമുകളാണ് അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ കുറച്ചു പേരെങ്കിലും ക്വിസ് മത്സരങ്ങൾ നടത്തുന്ന ക്വിസ് മാസ്റ്റേഴ്സാണ്. അതുപോലെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇത്രയും ഓപ്ഷൻസ് വളരെ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വിജയിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ക്വിസ് കോമ്പറ്റീഷന് ഒരു പ്രത്യേകത ഉള്ളത്, സാധാരണ അധിക സമ്മർദ്ദത്തിൽ ഒരു വലിയ ഓഡിയൻസിന്റെ നമ്മുടെ പുതുരേഖ ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന ഏറ്റവും പോപ്പുലറായിട്ടുള്ള തലേദിവസം നടക്കുന്നെങ്കിൽ പോലും ഒരുപാട് ഓഡിയൻസ് വന്നുകൂടുന്ന ആവേശജനകമായ ക്വിസ് കോമ്പറ്റീഷൻസാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഒരു പക്ഷേ ഓൺലൈൻ മാധ്യമത്തിൽ നടക്കുമ്പോൾ അതിനേക്കാളും മറ്റൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ആവേശത്തിലാണ് നിങ്ങൾ എല്ലാവരും നയിക്കുന്നതെന്ന് അറിയാം. കപ്പൂട്ട് എന്ന് പറയുന്ന ഒരു ക്വിസ് ഗെയിമിലാണ് നമ്മളിപ്പോൾ പങ്കെടുക്കുന്നത്. സാധാരണ നമ്മൾ പങ്കെടുക്കുന്ന ഒരു ചോദ്യം, ഒരു ഉത്തരം, ഒരു ആലോചിച്ച് സമ്മർദ്ദത്തിൽ നിന്നുകൊണ്ട് പറയുന്നതിന് വ്യത്യസ്തമായിട്ട് 25 ക്വസ്റ്റ്യൻസ് 25 ടീമുകൾക്ക് ഒരുപോലെ ലഭിക്കുക. അതാണ് ഇതിന്റെ പ്രത്യേകത. ഒരേ പോയിന്റ്സ്, അതുപോലെ തന്നെ ഒരേ സെക്കൻഡ്സ്, ഒരേ നിലവാരം, ഇത് മുഴുവൻ നിങ്ങൾക്ക് ഒരു ചാൻസ് തുറന്നു തരികയാണ്. അപ്പോൾ അതിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവല്ല, മാവേലിക്കര, ബത്തേരി, തിരുവനന്തപുരം 5 ടീമുകളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും കപ്പൂട്ട് ആപ്പിൽ റെഡിയാണെന്ന് കരുതുന്നു. ഇനി ഇത് ലോക്ക് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു സമ്മർദ്ദമില്ലാതെ ഇതൊരു ക്വിസ് ഗെയിമാണ്. അത് മനസ്സിലായിക്കൊണ്ട് വളരെ കൂളായി നിങ്ങൾ ഒരിക്കൽ കൂടി വിശദീകരിക്കുന്നു. 25 ക്വസ്റ്റ്യൻസ് ആണ് ആകെയുള്ളത്. ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 1000 പോയിന്റ്സ് വരെ ലഭിക്കാവുന്നതാണ്. നിങ്ങൾ ആൻസർ ചെയ്യാൻ താമസിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഡിലേ വരുന്നതനുസരിച്ച് 1000 എന്നുള്ളത് കുറഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. അത് 900-ലോ 800-ലോ 700-ലോ പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടതാണ്, ടീം ഡിസ്കഷൻ 5 സെക്കൻഡ് സമയം നിങ്ങൾക്ക് ലഭിക്കും. ആ സമയത്ത് നിങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങൾക്ക് ഷുവറായിട്ടുള്ള ആൻസർ നിങ്ങൾ ടച്ച് ചെയ്യുക. ഒരു കാര്യം മാത്രം, പ്രത്യേകം 4 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 20 സെക്കൻഡ്സ്, 30 സെക്കൻഡ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. 13 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 4 ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആൻസർ ആണ്. അതുപോലെ തന്നെ പസിൽസും നിങ്ങൾ ലഭിക്കും. 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 4 ചോയ്സ് വരുന്നത് റീ ഓർഡർ ആക്കിയതിനു ശേഷം വളരെ സോഫ്റ്റ് ടച്ച് ആയിട്ട് മുകളിലേക്ക് അതിന്റെ ഓർഡർ അനുസരിച്ച് ABCD 4 നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഒന്നുകൂടി ഓർമ്മിക്കാൻ വേണ്ടി പറയും. ഈ 4 ഓർഡർ വെച്ചതിന് ശേഷം നിങ്ങൾ 4 ഓർഡർ ആക്കിയതിന് വീഡിയോ കാണിച്ചില്ലായിരുന്നു പങ്കെടുക്കുന്നവരോട്. അതിവിടെ ക്ലിയർ ആയിട്ടല്ലായിരുന്നു വന്നത്. എല്ലാവരും ഒരു സമ്മർദ്ദവുമില്ലാതെ ഒരു ഗെയിമിന്റെ സന്തോഷത്തോടുകൂടി, ഗെയിം കളിക്കുന്ന സന്തോഷത്തോടുകൂടി ഗ്ലോബൽ ക്യൂസ് 2020ലേക്ക് നമ്മൾ കടക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിനായിട്ട് തയ്യാറെടുക്കുക. പിതാവിന്റെ ആശീർവാദത്തോടുകൂടി ആരംഭിക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സമഗ്ര പാരിസ്ഥിതികതയുടെ സർവോത്തമ ഉദാഹരണം ആര്? ചോയ്സ് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. 20 സെക്കൻഡ്സ് സമയമാണ് ലഭിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒന്നുകൂടി വായിക്കാവും. 5 സെക്കൻഡ്സ് ടീം ടോപ്പിനുള്ള സമയം. നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. 2 പേര് ആൻസർ ചെയ്ത് കഴിഞ്ഞു, 3 പേര് ആൻസർ ചെയ്ത് കഴിഞ്ഞു, 4 പേര് ആൻസർ ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡിലേ എന്തെങ്കിലും താമസം വരുന്നുണ്ട് എന്ന് പറയണേ.
എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒത്തിരി ലേറ്റ് ആയിട്ട് എനിക്ക് എഡിറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിന്റെ റിസൾട്ടിലേക്ക് പോകാം. ബത്തേരി സ്കോർ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. ബത്തേരിയാണ് ആദ്യം ആൻസർ ചെയ്തത്. 970 നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഇതുമായിട്ട് കംഫർട്ടബിൾ ആണെന്ന് കരുതുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമുക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡിവൈസിൽ കോർണറിലായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിയുമ്പോഴും സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. കൃഷി ചെയ്യുക എന്നത് കരുതലെടുക്കുക, സംരക്ഷിക്കുക, ഉപയോഗിക്കുക എന്നിവ അർത്ഥമാക്കുന്നു. ലൗദാത്തോ സി എന്നുള്ളതാണ്. ഇത് ട്രൂ ആണോ ഫോൾസ് ആണെന്ന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സംരക്ഷിക്കുക, ഉപയോഗിക്കുക എന്നിവ അർത്ഥമാക്കുന്നു. ഇനി ടോപ്പിലുള്ള സമയം 5 സെക്കൻഡ്സ് ആൻസർ ചെയ്യുക. ആൻസർ എല്ലാവരും ആൻസർ ചെയ്തു കഴിഞ്ഞു. നമുക്ക് പോയിന്റ്സിലേക്ക് പോകാം. 5 പേർക്കും അത് തെറ്റായിരുന്നു. തീർച്ചയായും ലൗദാത്തോ സി മുഴുവൻ വായിക്കുക ഇച്ചിരി പ്രയാസമുള്ളതാണ് എന്ന് നമുക്കറിയാം. എങ്കിലും ചർച്ച് ഡോക്യുമെന്റ്സ് കൂടുതൽ പഠിക്കാൻ നമ്മുടെ യുവാക്കളെ ഇത് പ്രേരിപ്പിക്കുന്നു. 5 പേർക്കും അത് തെറ്റായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഉപഭോഗത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു സാമൂഹിക ചുറ്റുപാടിൽ വളർന്നു വന്നത് ആര്? 20 സെക്കൻഡ്സ് ടൈം ലഭിക്കുന്നു. ഉപഭോഗത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു സാമൂഹിക ചുറ്റുപാടിൽ വളർന്നു വന്നത് ആര്? ടീം ടോക്കിലുള്ള സമയമാണ്. 4 ചോയ്സ് നിങ്ങൾക്ക് ലഭ്യമാണ്. ആൻസർ ചെയ്യാവുന്നതാണ്. ഒരാൾ ആൻസർ ചെയ്തു, 2 പേര് ചെയ്തു, 5 പേര് ചെയ്തു കഴിഞ്ഞു. അത്രയ്ക്ക് 2 പേർക്ക് ശരിയായിരുന്നു. തിരുവല്ല 1935 പോയിന്റ്സോടുകൂടി ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. മറ്റുള്ളവർ തൊട്ടടുത്ത് തന്നെയുണ്ട്. എപ്പോൾ വേണമെങ്കിലും സ്കോർ മാറി നിറഞ്ഞ് വരാവുന്നതാണ്. ഇത് കാണുന്നവർക്ക് സ്കോർ മുഴുവനും ദൃശ്യവുമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. പണം ചെലവാക്കുന്നതിന് ട്രഷററുടെ കൈവശം ശരിയായ അധികാരപത്രം ഉണ്ടായിരിക്കണം. MCYM-ന്റെ ഭരണഘടനയിൽ നിന്നുള്ളതാണ്. നാലാമത്തെ ഈ ക്വസ്റ്റ്യൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള രണ്ടിലൊരു ചോയ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. പണം ചെലവാക്കുന്നതിന് ട്രഷററുടെ കൈവശം ശരിയായ അധികാരപത്രം ഉണ്ടായിരിക്കണം. ടീം ടോക്കിനുള്ള സമയം നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ബത്തേരി എന്റെ വെയിറ്റിംഗ് റൂമാണ്. അവർക്ക് പോയായിരുന്നു ഇടയ്ക്ക്. നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോകാം. 4 പേര് കറക്റ്റ് ആൻസർ ചെയ്തിരിക്കുന്നു. ഒരാള് ആൻസർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് ആൻസർ തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കുക. ഇപ്പോൾ തിരുവല്ലയാണ് 2905 പോയിന്റ്സോടുകൂടി മുന്നിൽ നിൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. പ്രാർത്ഥന ശരിയായ ക്രമത്തിൽ ആക്കുക. ഇത് MCYM ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന ഫ്രാൻസിസ് അസീസിയുടെ മനോഹരമായ പ്രയറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ആ പ്രാർത്ഥനയിലേക്ക് പോകാം. ചോയ്സ് ശരിയായി നോക്കുക, ആ ഓർഡർ കൃത്യമാക്കുക. അതിന്റെ തൊട്ട് താഴെയുള്ള ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി വായിക്കാം. പ്രാർത്ഥന ശരിയായ ക്രമത്തിൽ ആക്കുക. പ്രാർത്ഥന ലഭ്യമാണ്. 5 മിനിറ്റ് 5 സെക്കൻഡ്സ് നിങ്ങൾക്ക് ടീം ടോക്കിനുള്ള സമയം. ആൻസർ ചെയ്യാവുന്നതാണ്. 30 സെക്കൻഡ്സ് സമയം നിങ്ങൾക്ക് ലഭ്യമാണ്. ആ ഓർഡർ അനുസരിച്ച് 1 മുതൽ 4 വരെ ക്ലിയർ ചെയ്യുക. ഒരാൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. 15 സെക്കൻഡ്സ് ആയി. ധൃതി കാണിക്കേണ്ട, സമയം നമുക്കുണ്ട്. സമയം തീരുന്നതിന് മുമ്പ് ചെയ്ത 3 പേര് ആൻസർ ചെയ്ത് കഴിഞ്ഞു.
5 സെക്കൻഡ്സ് കൂടി. 4 പേര് ചെയ്തു. സമയം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് സ്കോർ ബോർഡിലേക്ക് പോകാം. തിരുവല്ല, കൺഗ്രാറ്റുലേഷൻസ്. തിരുവല്ല മാത്രമാണ് ഈ റൗണ്ട് ശരിയാക്കിയത്. അവരുടെ ലീഡ് 3755 പോയിന്റ്സിലേക്ക് അവർ ഉയർത്തിയിരിക്കുകയാണ്. അനിഷേധ്യമായ ഒരു ലീഡിലേക്ക് തിരുവല്ല പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇത് നമ്മുടെ ചർച്ച് ഹിസ്റ്ററി നമുക്ക് ലഭിച്ചിരിക്കുന്ന പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഒക്ടോബർ 6-ാം തീയതി ഇന്ത്യയുടെ ശ്ലീഹായായ മാർത്തോമായുടെ പെരുന്നാൾ. ഒക്ടോബർ 6-ാം തീയതി ഇന്ത്യയുടെ ശ്ലീഹായായ മാർത്തോമായുടെ പെരുന്നാൾ. ഇത് ബിസന്റൈൻ സഭാ കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം ചെയ്യുക. ഇത് ബിസന്റൈൻ സഭാ കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നേരത്തെ വായിച്ചതാണ്, ഒന്നുകൂടി വായിച്ച് ഉറപ്പുവരുത്താം. ടീം ടോക്കിലുള്ള സമയം ട്രൂ ഓർ ഫോൾസ്. വളരെ സിമ്പിൾ ആണ്. അഞ്ചുപേരും ആൻസർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അതിന്റെ സ്കോർ ബോർഡിലേക്ക് പോകാം. 3 പേര് ആൻസർ ചെയ്ത് കഴിഞ്ഞു. പത്തനംതിട്ട ഒരു പടി കൂടി മുന്നോട്ട് കയറി വന്നു. 5 പേരും സ്കോർ ചെയ്യുന്നുണ്ട്. എങ്കിൽ തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. വ്യത്യസ്തമായ സ്കോറുകളിൽ തന്നെ അവർ മുന്നേറുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 7ാമത്തെ ക്വസ്റ്റ്യൻ, ചരിത്ര സംഭവങ്ങൾ ആരോഹണ ക്രമത്തിൽ എഴുതുക. നമ്മുടെ പഠനത്തിന് നൽകിയിരിക്കുന്ന ചേടിയപ്പച്ചന്റെ പുസ്തകത്തിലെ പല ഭാഗത്തു നിന്നും ഉള്ള 4 ചരിത്ര സംഭവങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളത് റീ ഓർഡർ ചെയ്ത് അതിന്റെ ക്രമത്തിൽ ആദ്യം നടന്നത് ആദ്യം എന്ന രീതിയിൽ 4 എണ്ണം റീ ഓർഡർ ചെയ്ത് തൊട്ട് താഴെയുള്ള ഐക്കണിൽ എത്രയും പെട്ടെന്ന് പ്രസ് ചെയ്യുക. 30 സെക്കൻഡ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കാം. ചരിത്ര സംഭവങ്ങൾ ആരോഹണ ക്രമത്തിൽ എഴുതുക. മുളന്തിരുത്തി സുനഹദോസ്, ഉദയം പേരൂർ സുനഹദോസ്, കൂനംകുറിശി സത്യം, നിക്ക സുനഹദോസ്. 30 സെക്കൻഡ്സ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ആ ക്രമം അനുസരിച്ച് നിങ്ങൾ ശരിയായ ക്രമം അനുസരിച്ച് ആൻസർ ചെയ്യുക. തൊട്ട് താഴെയുള്ള ഐക്കണിൽ പ്രസ് ചെയ്യുക. 4 ടീമും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പകുതി സമയം കഴിഞ്ഞിരിക്കുന്നു. ഒരാൾ ആൻസർ ചെയ്തു. പിന്നെ 4 പേര് ആൻസർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. 7 സെക്കൻഡ്സ് കൂടിയുണ്ട്. 2 പേർ ചെയ്തു. 2 സെക്കൻഡ്സ് കൂടി. 3 പേര് ആൻസർ ചെയ്തിരിക്കുന്നു. 2 പേര് ആൻസർ ചെയ്തിട്ടില്ല. ഇത്രയും ടെൻഷൻ നിങ്ങൾ അടിക്കേണ്ട കാര്യമില്ല. വീഡിയോയിൽ നിങ്ങളുടെ കുറച്ചു പേരുടെയെങ്കിലും ടെൻഷൻ കാണുന്നുണ്ട്. ഇതൊരു ഗെയിമാണ്. പഠിച്ചവര് ആ പഠിച്ചത് മനസ്സിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പരിശ്രമിക്കുക. കൂളായിരിക്കുക. നമുക്ക് അതിന്റെ സ്കോറിലേക്ക് പോകാം. ബത്തേരി മാത്രമാണ് അത് ശരിയാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ശരിയാക്കാൻ സാധിച്ചില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. സുറിയാനി ക്രിസ്ത്യാനികളുടെ വേദാധ്യായത്തിനായി എത്ര രൂപ ലഭിച്ചു? സുറിയാനി ക്രിസ്ത്യാനികളുടെ വേദാധ്യായത്തിന് എത്ര രൂപ ലഭിച്ചു? വട്ടിപ്പണ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ചർച്ച് ഹിസ്റ്ററിയാണ്. 30 സെക്കൻഡ്സ്. ഇത് ടൈപ്പ് ചെയ്യാനുള്ളതാണ്. ഡിജിറ്റ്സ് മാത്രം ടൈപ്പ് ചെയ്യുക. ഉത്തരം 10 എന്നാണെങ്കിൽ 10 എന്ന് ടൈപ്പ് ചെയ്യുക. അതുപോലെ എത്ര രൂപയാണെന്നുള്ളത് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ആരംഭിക്കാം. ടൈപ്പ് ചെയ്യേണ്ട തൊട്ട് താഴെ ടൈപ്പ് ചെയ്യുന്നതിന്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾ 6000, 10,000 ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആൻസർ തന്നിരിക്കുന്നത് 2 പേരാണ്. തിരുവല്ല, പത്തനംതിട്ട രൂപതകൾ ആൻസർ കറക്റ്റ് ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും തിരുവല്ല വളരെ നല്ലൊരു ഭൂരിപക്ഷത്തിലേക്ക് പോയിരിക്കുന്നു. 5608. തീർച്ചയായിട്ടും ബാക്കി എല്ലാവരും അതിനൊപ്പം തന്നെ പരിശ്രമിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വിസ് നമ്പർ 9. വിധവയുടെ വസ്ത്രം എന്ത് ചെയ്യരുത്? വിധവയുടെ വസ്ത്രം എന്ത് ചെയ്യരുത്? കീറരുത്, പണയം വാങ്ങരുത്,  അപഹരിക്കരുത്, നശിപ്പിക്കരുത്.
20 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ 20 സെക്കൻഡ്സ് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഒരു ടീം ഡിസ്കഷന് ഉള്ള സമയമാണ്. ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഉള്ള സമയം കിട്ടിക്കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുക. വിധവയുടെ വസ്ത്രം എന്ത് ചെയ്യരുത്? ടീം ടോക്കിനുള്ള സമയമാണിത്. ആൻസർ ചെയ്യുക. 4 പേര് ആൻസർ ചെയ്ത് കഴിഞ്ഞു. 5ാമത്തെ ആളും ആൻസർ ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും ഇതിന് ഉത്തരം ശരിയാക്കിയിരിക്കുന്നു. നമുക്കിതിന്റെ സ്കോറിലേക്ക് പോകാം. എല്ലാവരുടെയും സ്കോർ ഉയർന്നിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ബൈബിളിലേക്ക് കടന്നപ്പോൾ വളരെ താല്പര്യത്തോടുകൂടി ബൈബിൾ പഠിക്കാനുള്ള ഒരു ആവേശം യുവാക്കൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ബൈബിളിലേക്ക് കടന്നപ്പോൾ തന്നെ ആദ്യമായിട്ട് 5 ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിരിക്കുകയാണ്. പ്രത്യേകമായ അഭിനന്ദനങ്ങൾ എല്ലാവരെയും അറിയിക്കുക. തീർച്ചയായിട്ടും ബൈബിൾ പഠനം നമുക്ക് വരുന്ന ലോഗോസ് ക്വിസിനും ആവശ്യമാണ്. നിങ്ങളത് നന്നായിട്ട് തന്നെ ആരംഭിച്ചിരിക്കുന്നു. തുടർന്നും നമുക്ക് ബൈബിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് തുടർന്നുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ, വെട്ടിമുറിക്കാത്ത മുഴുവൻ കല്ലുകൾ കൊണ്ട് എന്താണ് ഉണ്ടാക്കേണ്ടത്? 4 ചോയ്സ്: ബലിപീഠം, ദൈവാലയം, രാജകൊട്ടാരം, ഉടമ്പടി ശില. 20 സെക്കൻഡ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ ഒരിക്കൽ കൂടി ആ ക്വസ്റ്റ്യൻ മനസ്സിരുത്തി വായിച്ച് മനസ്സിലാക്കുക. ടീം ടോക്കിനുള്ള സമയം 4 ചോയ്സ് മുന്നിലുണ്ട്. ആൻസർ ചെയ്യാം. 5 പേരും 3 സെക്കൻഡ്സിനകത്ത് തന്നെ ആൻസർ ചെയ്തിരിക്കുന്നു. 5 പേർക്കും അത് ശരി ഉത്തരമാണ്. ബൈബിള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണിത് ലഭിക്കുന്നത്. തിരുവല്ല 7554 പോയിന്റ്സിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. നല്ലൊരു മുന്നേറ്റം പത്തനംതിട്ട നടത്തിയിരിക്കുന്നു. മാവേലിക്കര അവരുടെ സ്കോർ 2000 കഴിഞ്ഞ് മുന്നോട്ട് വരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനി മിച്ചമുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മനസ്സിരുത്തി സമാധാനത്തോടെ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യുക. ഇത് എഴുതാനുള്ള ഷോർട്ട് ആൻസറാണ്. ആൻസർ എഴുതാനുള്ളതാണ്, ടൈപ്പ് ചെയ്യാനുള്ളതാണ്. ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. കർത്താവ് കപ്പൽ മാർഗം എവിടേക്ക് നിന്നെ തിരികെ കൊണ്ടുപോകും? 30 സെക്കൻഡ്സ് നമുക്ക് എഴുതാനുള്ളത് കൊണ്ട്, ടൈപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് 10 സെക്കൻഡ്സ് കൂടുതൽ തരുന്നു. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുക. കർത്താവ് കപ്പൽ മാർഗം എവിടേക്ക് നിന്നെ തിരികെ കൊണ്ടുപോകും? ടീം ഡിസ്കഷനുള്ള സമയം. ടൈപ്പ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഇതൊരു ഗെയിം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കരുത്. വളരെ സിമ്പിളായിട്ട് ഇരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആൻസർ ചെയ്തു കഴിഞ്ഞു. 5 പേർക്കും കറക്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. 5 പേരുടെയും പോയിന്റ്സ് ഉയർന്നിരിക്കുന്നു. ആദ്യമായിട്ട് 8000 കടന്ന് പോയിരിക്കുന്നു തിരുവല്ല. വളരെ നല്ലൊരു സ്കോർ ലീഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മോശമല്ലാത്ത രീതിയിൽ മറ്റ് ടീമുകളും അതിനൊപ്പം തന്നെ വരാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നുകൂടി ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ പകുതി ടെൻഷനിലും പകുതി റിലാക്സ് ചെയ്ത് ഇരിക്കുന്നതായിട്ട് തോന്നുന്നു. എല്ലാവരും ഓക്കെ ആണെന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് ക്വിസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നത് എന്ത്? മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നത് എന്ത്? തിരിച്ചും മറിച്ചും ഒക്കെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ശ്രദ്ധാപൂർവം വായിക്കുക. ചിരി വേഷം, വേഷം ചിരി നടപ്പ്, സംസാരം നടപ്പ്, വേഷം നടപ്പ്. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. ആൻസർ ചെയ്യാവുന്നതാണ്. 5 പേരും ആൻസർ ചെയ്തിരിക്കുന്നു. 5 പേർക്കും ശരിയാണ്. ഇത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മറ്റു കാര്യങ്ങൾ
ഭരണഘടന നമ്മൾ വായിച്ച് പഠിച്ചില്ല എങ്കിലും, ലൗദാത്തോ സി പഠിച്ചില്ല എങ്കിലും ബൈബിള് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഈശോ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അത് തന്നെയാണ്. എങ്കിൽ തന്നെയും മറ്റു കാര്യങ്ങളിലൂടെ യുവാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്കോറിലേക്ക് നമുക്ക് പോകാം. എല്ലാവർക്കും സ്കോർ മെച്ചപ്പെടുത്താനായിട്ട് ഈ റൗണ്ടിൽ സാധിച്ചു. അപ്പോഴും തിരുവല്ല തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് നമുക്കറിയാം. ഇതൊരു ഗെയിം ആയതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും സംയോജിതമായ ഇടപെടൽ കൊണ്ട് അല്ലെങ്കിൽ ആൻസർ ചെയ്യുന്നത് മൂലം മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, പകുതി ക്വസ്റ്റ്യൻ നമ്മൾ ഇതോടുകൂടി ആകുകയാണ്. പകുതി ക്യൂസ് ഇതോടുകൂടി ആകുന്നു. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തന്റെ ശവകുടീരത്തിന് എന്ത് ശേഖരിക്കുന്നു? ഇത് ടൈപ്പ് ചെയ്യാനുള്ളതാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ശ്രദ്ധിച്ചു കേൾക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ടൈപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ 30 സെക്കൻഡ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം 5 സെക്കൻഡ് ടീം ഡിസ്കഷന് വേണ്ടിയുണ്ട്. നിങ്ങളുടെ ഡിവൈസ്, കയ്യിലിരിക്കുന്ന ഡിവൈസ് കയ്യിൽ എടുത്ത് പിടിക്കുക. ടൈപ്പ് ആരംഭിക്കാം. നിങ്ങൾക്ക് ആൻസർ എൻറ്റർ ചെയ്യാം. വളരെ ഫാസ്റ്റ് ആണ്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പെട്ടെന്ന് ഇതിന്റെ ആൻസർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അതിന്റെ സ്കോർ നോക്കാം. തിരുവല്ലയ്ക്ക് വീണ്ടും അഭിനന്ദനങ്ങൾ. നമ്മുടെ കഹൂട്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 10,000 സ്കോർ കടന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും ബാക്കിയുള്ളവർ തൊട്ട് പിന്നാലെ തന്നെ വരുന്നുണ്ട്. നമ്മൾ ടീം നോക്കിയാൽ അറിയാം ഇംപ്രൂവ്മെന്റ്സ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ടീമുകൾക്ക് സന്തോഷം കൂടിയിരിക്കുന്നു. ചില ടീമുകൾ അല്പം മങ്ങിയിരിക്കുന്നു, ചില ടീമുകൾ നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നു. ഇനിയും നമുക്ക് പകുതി ക്വസ്റ്റ്യൻസ് മിച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കോർ മെച്ചമാക്കാൻ സാധ്യത ഇനിയുമുണ്ട്. നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഭോഷന്റെ മനസ്സ് എവിടെയാണ്? വേർ ഈസ് ദ മൈൻഡ് ഓഫ് ദി ഫൂൾ? സമ്പത്തിൽ, അപകട ചിന്തയിൽ, വായിൽ, ദുഷ്കർമ്മികൾക്കൊപ്പം. 4 ചോയ്സ് ലഭിക്കുന്നു. 20 സെക്കൻഡ്സ് ആണ് ആൻസർ ചെയ്യാൻ വേണ്ടി നമുക്ക് ലഭിക്കുന്നത്. 4ഉം വായിച്ച് മനസ്സിലാക്കുക. ടീം ടോക്കിനുള്ള സമയം കഴിഞ്ഞ് നിങ്ങൾക്ക് ആരംഭിക്കാം. അഞ്ച് പേരും കറക്റ്റ് ആണ് ചെയ്തത്. വീണ്ടും ഞാൻ എന്റെ സന്തോഷം അറിയിക്കുന്നു. ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ആരംഭിച്ചപ്പോൾ മുഴുവൻ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കോർ നോക്കാം. സ്കോർ 4 ടീമുകളും മെച്ചപ്പെടുത്തി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്കോർ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇപ്പോഴും തിരുവല്ല തന്നെയാണ് 11,337 പോയിന്റ്സോടുകൂടി ലീഡ് ചെയ്യുന്നത്. ബാക്കി ടീമുകൾക്ക് ഒരല്പം ടെൻഷൻ നിലനിൽക്കുന്നതായിട്ട് സ്ക്രീനിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ഒരു മ്യൂസിക് ഇടും ഇതിൽ. എപ്പോഴാണ് ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നത്? എപ്പോഴാണ് ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നത്? വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ, സ്നാനം സ്വീകരിക്കുമ്പോൾ, സ്വർഗത്തിൽ സ്വരമുണ്ടായപ്പോൾ, വെള്ളത്തിൽ മുങ്ങിയപ്പോൾ. 20 സെക്കൻഡ്സ് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നു. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കാം. ആൻസർ ചോയ്സ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയത് തന്നെയാണ്. ടീം ടോക്കിന്റെ സമയം 5 സെക്കൻഡ്സ്. അഞ്ചു പേരും ആൻസർ ചെയ്തിരിക്കുന്നു. 5 പേർക്കും കറക്റ്റ് ആണ്. ഒരു ടെൻഷനും വേണ്ട. സ്കോറിലേക്ക് നമുക്ക് പോകാം. 12,305 പോയിന്റ്സ് പോയിരിക്കുകയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അധിക സമ്മർദ്ദമൊന്നും നമുക്ക് വേണ്ട. നേരത്തെ ഇത്രയും നേരം നിങ്ങൾ
നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ വളരെ കൂളായിട്ട് പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ കാക്കൂട്ടിൽ പോയിന്റ്സ് കൂടുതൽ ലഭിക്കുന്ന തിരുവല്ല കൂളായിട്ടിരിക്കുന്നു. ബാക്കിയുള്ളവർക്ക് ഒരു അല്പം ടെൻഷൻ കാണാം. ടെൻഷന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഒരുപാട് സമയമുണ്ട്. 10 ക്വസ്റ്റ്യൻസ് നമുക്ക് മിച്ചം കിടപ്പുണ്ട്. റെഡിയല്ലേ? നമുക്കൊരു അടുത്തൊരു ഘട്ടത്തിലേക്ക് കൂടി പോകാം. കാണുന്നു എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ സാപത്തിന്റെ കർത്താവാണ് എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. ട്രൂ ഓർ ഫോൾസ് പറയുക. മനുഷ്യപുത്രൻ സാപത്തിന്റെയും കർത്താവാണെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. ക്വസ്റ്റ്യൻസ് വായിക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ച് മനസ്സിലാക്കി നേരത്തെ കണ്ടത് തന്നെയാണ്. ടീം ടോക്കിനുള്ള സമയം കഴിഞ്ഞു. ട്രൂ ഓർ ഫോൾസ് നിങ്ങൾക്ക് പുതിയ മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ മ്യൂസിക്കിന് ഒരു അല്പം പോലും സമയം കൊടുക്കാതെ 2-3 സെക്കൻഡ്സിനകത്ത് തന്നെ ആൻസർ ചെയ്തിരിക്കുകയാണ്. കൂടുതൽ സമയം ആൻസർ ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ കൂടുതൽ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഈ ക്വിസ് ഗെയിം കുറച്ചുകൂടി മനോഹരമാക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഈ ബൈബിൾ റൗണ്ട് തുടങ്ങിയതിനു ശേഷം മുഴുവൻ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്തിരിക്കുകയാണ്. അതിന്റെ സന്തോഷം വീണ്ടും ഒരു വൈദികൻ എന്ന നിലയിലും നിങ്ങൾ ഇതെല്ലാം പഠിക്കുന്നുണ്ട് എന്ന് അറിയുന്നതിന്റെ പേരിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്കോർ ബോർഡ് ഇപ്പോൾ കണ്ടു. 13,000 കടന്ന് മുന്നേറുന്നു. പത്തനംതിട്ട വളരെ തൊട്ടടുത്ത് തന്നെ 11,000 ഉണ്ട്. ബാക്കി എല്ലാ ടീമുകളും ഒരു പക്ഷേ ഇനിയുള്ള ക്വസ്റ്റ്യൻസ്, അവസാന ക്വസ്റ്റ്യൻസ് GK ആണ്. 5 ക്വസ്റ്റ്യൻസ് ഏറ്റവും അവസാന റൗണ്ടിൽ വരുന്നത്. തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ എല്ലാ ക്വിസ് മത്സരങ്ങൾക്കും പോകുന്നത് GK-യിലാണ്. അപ്പോൾ GK എത്തുന്നതിന് മുമ്പ് 2-3 ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക, ഇനിയും സമയമുണ്ട്. 7 അപ്പം എത്ര പേർക്കായിട്ടാണ് വീതിച്ചത്? 20 സെക്കൻഡ് സമയം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഡിജിറ്റ്സ് ആണ് എഴുതേണ്ടത്. ഉദാഹരണം 10 ആണ് ആൻസർ എങ്കിൽ 10 എന്ന് നിങ്ങൾ ഡിജിറ്റ്സ് എൻറ്റർ ചെയ്ത് ആൻസർ സബ്മിറ്റ് ചെയ്യുക. എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. ടീം ഡിസ്കഷനുള്ള 5 സെക്കൻഡ്സ് പൂർണ്ണമായും വിനിയോഗിക്കുക. തയ്യാറായിട്ടിരിക്കുക. ടൈപ്പ് ചെയ്യുക. എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യുക. റെഡി? 3 ടീംസ് ചെയ്തു. 4 ടീംസ്, 5 ടീംസും ചെയ്തു കഴിഞ്ഞു. എല്ലാവർക്കും കറക്റ്റ് ആൻസർ ആണ്. പക്ഷേ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത സമയം അനുസരിച്ച് പോയിന്റ്സിന് ഒരു അല്പം വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. 14,180 പോയിന്റ്സോട് തീർച്ചയായിട്ടും ഈ സ്കോർ ബോർഡിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്കോർ മെച്ചപ്പെട്ടു വരുന്നുണ്ട്. പല ടീമുകളും മുന്നിലുള്ള ടീമിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അധ്യായം 1 മുതൽ 4 വരെ സംഭവങ്ങൾ ക്രമത്തിലാക്കുക. മർക്കോസിന്റെ സുവിശേഷമാണ് നമുക്ക് പഠിക്കാനായിട്ട് ലഭിച്ചിരിക്കുന്ന സുവിശേഷം. അതിൽ 1-ാമത്തെ അധ്യായം മുതൽ 4-ാമത്തെ അധ്യായം വരെ ഓരോ അധ്യായത്തിൽ നിന്നും ഓരോ സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ അത്ഭുതങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് റീ ഓർഡർ ചെയ്ത്, പസിലാണ് റീ ഓർഡർ ചെയ്ത് അതിന്റെ തൊട്ട് താഴെയുള്ള കഹൂട്ടിന്റെ സിമ്പലിൽ നിങ്ങൾ അമർത്തുക. 30 സെക്കൻഡ്സ് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നു. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കുക. 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിലുള്ള സംഭവങ്ങൾ ക്രമത്തിലാക്കുക. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു, സാവത്തിൽ രോഗശാന്തി, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു, കടലിനെ ശാന്തമാക്കുന്നു. സമയം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മനോഹരമായ മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടി ക്വസ്റ്റ്യൻ ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. 2 പേർ ആൻസർ ചെയ്ത് കഴിഞ്ഞു. 3 പേർ ആൻസർ ചെയ്തു. ടെൻഷൻ വേണ്ട, സമയമുണ്ട്. 2 പേർ കൂടി ഇനി വെയിറ്റ് ചെയ്യുകയാണ്. റീ ഓർഡർ ചെയ്ത് താഴെ പ്രസ് ചെയ്യുക. 4 പേർ ചെയ്തു. ഒരാൾ പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യുക. 2 സെക്കൻഡ്സ് കൂടെ ഉള്ളൂ. എല്ലാ ടീമും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീണ്ടും ബൈബിൾ പഠനത്തിൽ അഗ്രഗണ്യരാണ് നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ യുവാക്കൾ എന്ന് വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഇത് ശരിയാക്കിയിരിക്കുകയാണ്. 15,000 കടന്ന് വീണ്ടും തിരുവല്ല തന്നെയാണ് അതിന്റെ മെയിൻ പൊസിഷനിൽ നിൽക്കുന്നത്. ബാക്കിയുള്ളവർ തീർച്ചയായിട്ടും പത്തനംതിട്ട ഒരല്പം ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി കുറച്ച് ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നു.
തിരുവല്ല ഒരല്പം ലീഡ് ചെയ്ത് മുന്നോട്ട് പോയിരിക്കുന്നു. എങ്കിലും ഇനിയും നമുക്ക് സാധ്യതകളുണ്ട്. എല്ലാവരും വാശിയോടുകൂടി തന്നെ സമാധാനത്തോടെ കൂളായിട്ടിരുന്നത് നേരിടുക. കാര്യസ്ഥന്മാർക്ക് ഉണ്ടാകേണ്ടത് എന്ത്? പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ നിന്നുള്ള ചോദ്യം ആരംഭിച്ചിരിക്കുന്നു. 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കാര്യസ്ഥന്മാർക്ക് ഉണ്ടാകേണ്ടത് എന്ത്? ദൈവഭയം, ജ്ഞാനം, അറിവ്, വിശ്വസ്തത. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. സമാധാനമായിട്ട് ടോക്ക് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. 5 ടീംസും ഇതാ അവരുടെ ആൻസറുകൾ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 4 സെക്കൻഡുകൾക്കകം തന്നെ സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. വീണ്ടും അവസരം തന്നുകൊണ്ട് 5 പേരും ശരിയാക്കിയിരിക്കുകയാണ്. സ്കോർ ബോർഡ് ഉയർന്നു. തീർച്ചയായിട്ടും 5 പേരും ശരിയാക്കിയത് കൊണ്ട് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം. ഈ ക്വിസ് മത്സരത്തിൽ ആദ്യമായിട്ട് 5 ടീംസും 10,000 എന്നുള്ള വലിയൊരു കടമ്പ കടന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ 10,000 പോയിന്റ്സ് കടന്നു എന്നുള്ളത് നമ്മുടെ ആ ക്വിസിന്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കാതെ വയ്യ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ബൈബിളിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ. ട്രൂ ഓർ ഫോൾസ് ആണ് ചെയ്യേണ്ടത്. ദൈവരാജ്യം വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഇൻ ദ വേർഡ്സ്, നോട്ട് ഇൻ വേർഡ്സ് ബട്ട് ഇൻ ഡീഡ്സ്. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന, ഒരുപക്ഷെ കേട്ട് പരിചയമുള്ള ഒരു ബൈബിൾ വാക്യമാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതെല്ലാവരും ഒരേ ഉത്തരം നൽകാൻ തന്നെയാണ് സാധ്യത. ടീം ടോക്കിനുള്ള സമയം. ട്രൂ ഓർ ഫോൾസ് മാത്രം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. 5 പേരും ശരിയാക്കിയിരിക്കുന്നു. ഇതോടുകൂടി ബൈബിൾ നമ്മുടെ ഭാഗം പൂർത്തിയാക്കി. ബൈബിളിലെ 1-2 ആൻസേഴ്സ് ഒഴിച്ച് ബാക്കി മുഴുവനും എല്ലാ ടീമുകളും പറഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവാക്കൾ ബൈബിളിൽ അഗ്രഗണ്യരാണെന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുന്നു. ഈ വർഷത്തെ ലോഗോസ് ക്യൂസിന് ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ ഇവിടെ നിന്ന് ഒരു ചാമ്പ്യൻ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. സ്കോർ ബോർഡിലേക്ക് നമുക്ക് കടക്കാം. വീണ്ടും തീർച്ചയായിട്ടും വലിയ ഒരു സ്കോറിലേക്ക് പോയിരിക്കുകയാണ്. തിരുവല്ല തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 16,909 പോയിന്റ്സ്. ബാക്കിയുള്ളവർ ഏറ്റവും താഴെ 11,272. 5 ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. എല്ലാ പ്രാവശ്യവും എല്ലാ ക്വിസ് മത്സരങ്ങളും മാറി മറിയുന്ന ഒരു റൗണ്ടാണ് GK റൗണ്ട് എന്ന് നമുക്കറിയാം. ഈ GK കണ്ടംപററി ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്ര ചോദ്യങ്ങളല്ല, മറിച്ച് ഈ ദിവസങ്ങളിൽ ആനുകാലിക മാധ്യമങ്ങളിൽ വന്നതും നമ്മൾ ശ്രദ്ധിക്കുന്നതുമായിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പത്രമാധ്യമം, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമം തുടങ്ങിയ ലഭ്യമാകുന്ന എല്ലാം നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ റെഡിയാണോ? ഒന്നുകൂടി അവസാന 5 ക്വസ്റ്റ്യൻസിലേക്ക് റെഡി ആണെങ്കിൽ ഒരു ധൈര്യമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഒരു തംസപ്പ് ഒക്കെ കൊടുക്കാം. അത്ര അങ്ങോട്ട് ഒരു സമ്മർദ്ദത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നു. എങ്കിൽ തന്നെ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക്, അവസാന റൗണ്ടിലേക്ക് 5 ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക. വാട്ട് നമ്പർ കംസ് നെക്സ്റ്റ് ഇൻ ദ സീക്വൻസ്? 1, 2, 4, 7, 11, 16. കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നിങ്ങൾക്ക് വായിക്കാം. ഈ തന്നിരിക്കുന്നതിൽ നെക്സ്റ്റ് സീക്വൻസ് 4 ടീമുകൾ ആൻസർ തന്നു കഴിഞ്ഞു. 5ാമത്തെ ടീം ആൻസർ. 4 പേർക്ക് ശരിയാണ്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എപ്പോഴും GK റൗണ്ടിലേക്ക് വരുമ്പോൾ പലർക്കും തെറ്റും, പലർക്കും ശരിയായിരിക്കും. വിചാരിക്കാത്ത സ്കോറൊക്കെ വന്നെന്നിരിക്കും, മാറിമറിഞ്ഞ് സ്കോർ വന്നെന്നിരിക്കും. നമുക്ക് നോക്കാം. 17,899 പോയിന്റ്സ്. വീണ്ടും ആ സ്കോറിന്റെ അന്തരം, തമ്മിലുള്ള അന്തരം ഒരല്പം കൂടുതലാണ്. ഫസ്റ്റും സെക്കൻഡുമായിട്ട് കുറച്ച് കൂടുതലാണ്. പക്ഷേ സെക്കൻഡും തേർഡുമായിട്ടുള്ളത് വളരെ കൂടുതലല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും താഴെ നിന്ന് മുകളിലേക്ക് കടന്നു വരാൻ 4,000 പോയിന്റ്സിന്റെ സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഗെയിമിൽ കുറച്ച് കൂളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ശരിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ
എത്രയും പെട്ടെന്ന് ആൻസർ ചെയ്യുക. അതാണ് ഈ കഹൂട്ട് ക്വിസിന്റെ പ്രത്യേകത. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ജിമെക്സ്, ജപ്പാൻ ഇൻഡോ മാരിടൈം എക്സ്പോ ഈ ദിവസങ്ങളിൽ നടന്നത് ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും ക്വിസിന് പങ്കെടുക്കുന്നവർ വായിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത്. അതിന്റെ വീഡിയോ നമ്മുടെ ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. എവിടെ വെച്ചാണ് അത് നടന്നത്? വിശാഖപട്ടണം, അറേബ്യൻ സീ, ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് സീ ഓഫ് ജപ്പാൻ. അധിക സമ്മർദ്ദമൊന്നും വേണ്ട, വായിച്ചിട്ടുള്ളത്. ഈ ടീം ടോക്ക് കഴിഞ്ഞ ഉടൻ തന്നെ ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. 2 പേർ ആൻസർ തന്നു, 3 പേർ ആൻസർ ചെയ്തു, 4 പേർ ആൻസർ ചെയ്തു. പകുതി സമയം കഴിഞ്ഞു. ഒരാൾ ആൻസർ ചെയ്യാനുണ്ട്, ഒരു ടീം ആൻസർ ചെയ്യാനുണ്ട്. നിങ്ങളെ വിളിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്. 2 പേര് കറക്റ്റ് ആൻസർ ചെയ്തു, ബാക്കി 3 പേർക്ക് തെറ്റിയിരിക്കുന്നു. യുവാക്കളോട് പറയാനൊരു കാര്യം, നമുക്ക് എപ്പോഴും സഭയുടെ പഠിപ്പിക്കൽ അനുസരിച്ച് പറയാറുണ്ട്, ഒരു കയ്യിൽ ബൈബിളും മറു കയ്യിൽ അന്നത്തെ പത്രവും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആനുകാലികമായി നമുക്ക് ജനറൽ നോളജ് ലഭിക്കാവുന്ന എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടാകണം. വാട്സപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്, വാട്സപ്പ് ഒഴിച്ച് നമുക്ക് ജനറൽ നോളജ് ലഭിക്കാവുന്ന എന്തെങ്കിലും. അപ്പൊ GKയുടെ കാര്യത്തിൽ ഒരു അല്പം കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക. സ്കോർ നമുക്ക് നോക്കാം. തിരുവല്ല അത് തെറ്റിച്ചത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും തൊട്ട് പിന്നിലുള്ള 2 ടീമുകൾ കുതിച്ചു കയറിയിരിക്കുക. നല്ലൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്നു. സ്കോർ എങ്ങോട്ട് വേണമെങ്കിലും ഇനി മാറി മറിയാം എന്നുള്ള നിലയിൽ അവസാന 3 ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നു. സത്യത്തിൽ ഒരു ടെൻഷനുള്ള ഒരു സാധ്യത ഇപ്പോഴാണ് ഈ ക്വിസ് മത്സരത്തിൽ വന്നിരിക്കുന്നത്. ഈ അവസാന റൗണ്ടിലേക്ക് കടക്കുമ്പോൾ അവസാന 3 ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നു. ഹു ഗോട്ട് ദ ലത മങ്കേഷ്കർ അവാർഡ് ബൈ മഹാരാഷ്ട്ര ഗവൺമെന്റ് ഫോർ ദ ഇയർ 2020 and 21. വെരി റീസെന്റ്ലി ആണ് അത് പ്രഖ്യാപിച്ചത്. ചോയ്സ് ലഭിക്കുന്നത് ആശ ഭോസ്ലെ, SP ബാലസുബ്രഹ്മണ്യം, ശ്രേയ ഘോഷൽ, ഉഷ മങ്കേഷ്കർ. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിച്ച് മനസ്സിലാക്കാം. ടീം ഡിസ്കഷന് വേണ്ടി 5 സെക്കൻഡ്സ് പൂർണ്ണമായിട്ട് വിനിയോഗിക്കുക. കാരണം നിർണായകമായ ഒരു അവസ്ഥയിലേക്ക്, ഒരു സ്കോറിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ആൻസർ ചെയ്യാം. 4 പേര് ചെയ്തു. 5ാമത്തെ ആള് ആരാന്നറിയില്ല. എപ്പോഴും ഒരാൾ അല്പം സ്ലോ ആണ് ഒരു ടീം. 4 ടീമുകൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുള്ളതും കുറച്ച് നിരാശയുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഉത്തരം ഉഷ മങ്കേഷ്കർ ആണ്. 3 പേരത് ശരിയാക്കിയപ്പോൾ 2 പേരത് തെറ്റിച്ചിരിക്കുന്നു. വളരെ ആകാംക്ഷയോടുകൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സ്കോറിനായിട്ട് കാത്തിരിക്കുന്നു. ആരാണ് ഈ ശരിയാക്കിയവരെന്ന് നമുക്കൊന്നറിയാം. സ്കോർ മാറിയിരിക്കുന്നു. തിരുവല്ല വീണ്ടും അവരുടെ നില ഒന്നുകൂടി ലീഡ് ചെയ്തു. പത്തനംതിട്ട 2ാം സ്ഥാനത്തും അതുപോലെ തന്നെ തിരുവനന്തപുരം അവര് ഒരു സമയത്ത് 5ാം സ്ഥാനത്തായിരുന്നവരാണ്. അവര് 3ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുന്നു. മാവേലിക്കര തൊട്ട് പിന്നിൽ തന്നെ ഇരിക്കുന്നു. ബത്തേരി ഈ സമയത്ത് കുറച്ച് താഴോട്ട് വന്നിരിക്കുന്നു. 2 ക്വസ്റ്റ്യൻസ് മാത്രം അവശേഷിക്കുന്നു. ശ്രദ്ധാപൂർവം ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക, ആൻസർ ചെയ്യുക. ഹു ഈസ് ദ ടൈറ്റിൽ സ്പോൺസർ ഓഫ് IPL 2020? നമുക്ക് ഇങ്ങനെ പറയാം, വിവോ IPL, വിവോ കിങ്ഫിഷർ IPL, ഡ്രീം 11 IPL, ബൈജൂസ് IPL. ഈ 4 ഏതാണ് ഈ വർഷത്തെ IPL ടൈറ്റിൽ സ്പോൺസേഴ്സ്? ശ്രദ്ധിച്ചൊന്ന് പറഞ്ഞു നോക്കിയാൽ മതി. പരസ്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. നമുക്കത് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ടീം ടോക്ക്. ആൻസർ വെരി സൂൺ, ഇമ്മീഡിയറ്റ്ലി. നിങ്ങളെല്ലാവരും IPL-ൽ മുങ്ങിക്കിടക്കുന്നവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കണം ഇത്. പക്ഷെ ആ സന്തോഷം നമ്മുടെ സ്കോർ ബോർഡിൽ പ്രതിഫലിക്കുമോ എന്ന് മാത്രം നമുക്ക് നോക്കാം. എല്ലാവരും അവരുടെ പൊസിഷൻ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇനി തിരുവല്ല അനിഷേധ്യമായി മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് 1000 പോയിന്റ്സ് മാക്സിമം ലഭിച്ചാലും 1 ബോള് 6 റൺസ് വരെ നമുക്ക് നേടാം. 7 റൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നടക്കണം എന്ന് പറയുന്ന പോലെ തിരുവല്ല ഏതാണ്ട് അവരുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവര് മുഴുവൻ പേരും അവരുടെ സെക്കൻഡിനും തേർഡിനും വേണ്ടിയുള്ള പൊസിഷൻ
അനിശ്ചിതത്വത്തിൽ നിർത്തിക്കൊണ്ട് അവസാന ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. കാരണം പത്തനംതിട്ട ഇപ്പോൾ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. തിരുവനന്തപുരമോ മാവേലിക്കരയോ ബത്തേരിയോ അവരുടെ പോയിന്റ് നില മെച്ചപ്പെടുത്തുകയും എന്തെങ്കിലും 2ാം സ്ഥാനക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റായിക വരികയും ചെയ്താൽ സ്കോർ ബോർഡ് ആകെ മാറി മറിയും. ഞാനൊരു അല്പസമയം തരുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആ സ്കോർ ബോർഡ് ഒന്ന് മനസ്സിലാക്കാൻ. അവരവരുടെ രൂപതകളിലുള്ള ഒത്തിരി പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ടെൻഷൻ ഈ സമയത്ത് അവശേഷിപ്പിക്കുന്നുണ്ട്. തിരുവല്ല 1ാം സ്ഥാനത്തും അവസാന ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ തിരുവല്ല 1ാം സ്ഥാനത്ത്, പത്തനംതിട്ട 2ാം സ്ഥാനത്ത്, തിരുവനന്തപുരം 3ാം സ്ഥാനം, മാവേലിക്കര 4ാം സ്ഥാനം, ബത്തേരി 5ാം സ്ഥാനം. എല്ലാവരും റെഡിയല്ലേ? അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റെഡി? ടെൻഷൻ കൊണ്ട് കൈപോലും ഉയരുന്നില്ല. ഓക്കെ. MCYM ഗ്ലോബൽ ക്യൂസ് 2020 വിധി നിർണയിക്കുന്ന അവസാന റൗണ്ടിലേക്ക്, അവസാന ചോദ്യത്തിലേക്ക് കടക്കുന്നു. ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. വളരെ കാലിക പ്രസക്തമായ നിറഞ്ഞ സദസ്സിൽ വെച്ച് നടത്തപ്പെടുന്ന MB അവാർഡുകൾ നമുക്കെല്ലാവർക്കും ഒരു ആവേശമാണ്. എന്നാൽ ഈ വർഷം വെർച്വൽ ഒരു പ്ലാറ്റ്ഫോമിലാണ് MB അവാർഡുകൾ പ്രഖ്യാപിച്ചത്. അവരുടെ വീടുകളിൽ കൊണ്ടുപോയാണ് MB അവാർഡുകൾ കൊടുത്തത്. ആരായിരുന്നു ഈ വർഷത്തെ MB അവാർഡിന് ആതിഥേയത്വം വഹിച്ചത്? ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. 2020 MB അവാർഡുകൾക്ക് ആതിഥേയത്വം വഹിച്ചത് ആരാണ്? MB അവാർഡുകൾക്കൊപ്പം തന്നെ പോകുന്ന ഒരു പേരായതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് ആൻസർ ചെയ്യാം. 5 പേർ ആൻസർ ചെയ്തു. 3 പേർക്ക് ശരിയാണ്, 2 പേർക്ക് തെറ്റാണ്. എന്നെ പോലെ തന്നെ നിങ്ങളും ഈ ക്വിസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഈ ക്വിസ് മത്സരത്തിന്റെ വിധി നിർണയിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ആർക്കാണ് ശരി എന്നതനുസരിച്ച് ഇന്നത്തെ ക്വിസ് മത്സരത്തിന്റെ വിധി നിർണയിക്കപ്പെടുന്നു. നമുക്ക് സ്കോർ ബോർഡിലേക്ക് പോകാം. ബത്തേരി 3ാം സ്ഥാനം, 2ാം സ്ഥാനത്ത് പത്തനംതിട്ട വന്നിരിക്കുന്നു. 1ാം സ്ഥാനത്ത് 20,807 പോയിന്റ്സോടുകൂടി തിരുവല്ല വന്നിരിക്കുന്നു. തിരുവല്ല, പത്തനംതിട്ട, ബത്തേരി ടീമുകൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. 4ാം സ്ഥാനം മാവേലിക്കരയ്ക്കും 5ാം സ്ഥാനം തിരുവനന്തപുരത്തിനുമായിട്ട് വളരെ പുതുമ നിറഞ്ഞ ഈ കഹൂട്ട് ക്വിസ് മത്സരം നടത്തുന്നതിന് പിന്നിൽ ഒരുപാട് പേരുണ്ട്. MCYMന്റെ ഡയറക്ടർ അച്ഛൻ, അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ഭാരവാഹികൾ അഹോരാത്രം പണിയെടുത്തതാണ്. ഒരുപാട് ട്രയൽ നിങ്ങൾക്ക് നൽകുകയും കുറെ ഡെമോ നിങ്ങൾ കളിക്കുകയൊക്കെ ചെയ്ത് ഇതിന്റെ ഒരു സന്തോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിങ്ങളുടെ സന്തോഷം എല്ലാവരും വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവല്ല, പത്തനംതിട്ട, ബത്തേരി ടീമുകൾക്ക് പ്രത്യേകമായ അഭിനന്ദനം. തൊട്ടു പിന്നാലെയുള്ള മറ്റ് 2 ടീമുകളും തീർച്ചയായിട്ടും അവര് 2 പേരും നന്നായിട്ട് പൊരുതി. നിങ്ങൾക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ ഈ ക്വിസ് മത്സരത്തിന്റെ തീഷ്ണത തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ആദ്യ ഇടവകയിലെ മത്സരം മുതൽ മുന്നോട്ട് പല മത്സരങ്ങൾ നിങ്ങൾ നടത്തി വിജയിച്ച് അവസാനം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനം. ആദ്യമായിട്ടാണ് നമ്മൾ കഹൂട്ട് പോലുള്ള ഒരു ക്വിസ് മത്സരം, ഇതുപോലുള്ള ഒരു ഓൺലൈൻ ക്വിസ് ഗെയിം നമ്മൾ പരീക്ഷിക്കുന്നത്. വളരെ മനോഹരമായിട്ട് നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുത്തു. അതിൽ ചാമ്പ്യന്മാരായവരും അതിൽ തൊട്ടടുത്തെത്തിയവരും ഇതിനുവേണ്ടി പരിശ്രമിച്ചവരും എല്ലാവരും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയുള്ള ഫ്യൂച്ചർ ലൈഫിലും വിജ്ഞാന ഉദയം നിങ്ങളുടെ ഇടങ്ങളിൽ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ക്വിസ് മത്സരം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. നമ്മുടെ ഷീനച്ചനാണ് നമുക്കിന്ന് ക്വിസ് നടത്തുവാൻ നമ്മുടെ സഭാതല സമിതിയോടൊപ്പം ആയിരുന്നു. വളരെ ഭംഗിയായിട്ട് നടത്തി. ഇതിലെ ചരിത്രത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ 12 രൂപതകളും ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്.